കടിക്കണേ. ഇവനെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആരും ഗൈസ്. അപ്പോ ഇവനെ നമ്മൾ പരിചയപ്പെടുത്താനാണ് വന്നത്. ഇവന്റെ പേര് ബെല്ല എന്നാണ്. പിന്നെ എന്താന്നറിയില്ല, ക്യാമറ ഓണാക്കി അപ്പൊ ഒരു നാണം വരും. ഭയങ്കര ഷൈയാണ് ആള്. ഭയങ്കര പാവാണ്. അവന്റെ കളികൾ ഇതാണ് അവന്റെ കളി. ഇവനാ കടിക്കണണ്ട. ഇതൊക്കെ കടിക്കണേ. നല്ല നഖണ്ട് കൈസ് ഇവന് ആള് വിചാരിച്ച കാര്യമില്ല. ഭയങ്കര വികൃതി കൊത്തനാണ്. ഈ ഏടായിട്ട് അവന് കുറച്ചൊരു തമാശ കൂടി വരുന്നുണ്ട്. പക്ഷെ എന്നാലായിട്ട് നമ്മളില്ല അവന് നടക്കൂലേ. നമ്മളില്ലാണ്ട് അപ്പൊ കരഞ്ഞ് ഇവന് കാണിക്കുന്നൊന്നും കാണേണ്ടി വരില്ല. അത്രയും ഇതാണ്. നമ്മളെപ്പോഴും കൂടെ വേണേലും എന്നാലായിട്ട് നമ്മളായിട്ട് കളിക്കും. വേറെ ഒന്നുമില്ല കേട്ടാ. അവന് അത്രയും സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ്. നമ്മളായിട്ട് ഭയങ്കര സ്നേഹം അവന്. കണ്ടാ നഖം കണ്ട നഖം കാണിച്ചു കൊടുത്തേ. ചെങ്ങടി കടിക്കാൻ വരുന്നേ. കണ്ടാ ചെവിയൊക്കെ കാണിച്ചു കൊടുത്തവർക്ക്. ഇവന്റെ ചെവി ഇതാണ്. ഇതാണ് ഗൈസ് നമ്മളെ ബെല്ല എന്ന് പറയുന്നത്. മെയിലാണ് ഇവൻ. ആൽഫ മെയിൽ എന്നൊക്കെ ഇവൻ സിഗ്മ ആണ് ഗൈസ്. ഭയങ്കര പാവാണ്. ഇവന്റെ കളികൾ ഇതാണ് ഇവന്റെ കളികൾ. അടങ്ങിക്ക് ചെക്കാം. ഇവനെ ഇക്കിളിയാക പെട്ടെന്ന് ഇക്കിളിയാവൂട്ടാ. അയ്യോ വീയല്ലേ. ഇക്ലിന്റെ കാര്യത്തിൽ ഇവനെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ആരും ഗൈസ്. ഇതാണ് നമ്മളെ ബെല്ല എന്ന് പറഞ്ഞ ജിഞ്ചർ കളർ ആയിട്ടുള്ള നമ്മളെ വീട്ടില് ക്യൂട്ടായിട്ടുള്ള കാറ്റ് ഗൈസ്. അവന്റെ കളികള് ഇവിടെ ഗൈസ്. അപ്പൊ നമ്മള് ജിം റൂട്ടിനായിട്ട് ഒരു മോർണിംഗ് വാക്കിന് പോവാണ്. ഇങ്ങനെ ഒന്ന് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ടൈം പോകുന്നേ അറിയില്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിപ്രഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു മുതലിനെ വീട്ടിൽ വളർത്തി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് റിലീഫ് കിട്ടുന്ന സംഭവമാണ്. കാരണം നിങ്ങൾ എപ്പോഴും കാറ്റ് ലവർ ആയിട്ടുള്ള ഒരാളെ ഗേൾഫ്രണ്ടും ബോയ് ഫ്രണ്ടൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് അത്രയും സ്നേഹിക്കാനും ഇതിനൊക്കെ കഴിവുള്ള ആൾക്കാരാണ് ആ കാറ്റ് ലവർ ആവുള്ളൂ. അത്രയും ഒരു ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ പറ്റും. അതാ ഇവൻ കണ്ടില്ലേ, ഇവൻ അത്രക്ക് പാവാണ് ഗൈസ്. എന്റെ കാറ്റ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇവന്. നല്ല ഹെയറും കാര്യങ്ങളാണ് ഭയങ്കര മെയിൻ ആയിട്ട് ഇവന്റെ ക്യാരക്ടറാണ് ഗൈസ് എനിക്കിഷ്ടം. ഇനിയിപ്പോ കുറച്ചും കൂടി ഒന്ന് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഇവനെ പിടിച്ചാൽ കിട്ടൂല. ഇപ്പൊ തന്നെ കണ്ട ഇതാണ് അവസ്ഥ. ഇപ്പൊ നോക്കണണ്ടില്ലേ, നോക്കല്ലടാ ആണാ തല്ലി നോക്ക. ജിംബ്രോ ഇവനൊന്ന് തല്ലി നോക്കാം. എന്താ റിയാക്ഷൻ നോക്കാം. നമ്മളൊന്നും ഒരു വലിയ മൈൻഡില്ല ഗൈസ്. അല്ലെങ്കിൽ കാണാൻ ഭയങ്കര ഇതാണ്. ഇപ്പൊ നമ്മളൊന്നും വലിയ മൈൻഡില്ല. സംഭവം ജിഞ്ചർ കളർ ആയതുകൊണ്ടുള്ള നല്ല ഇതുണ്ട് ഗൈസ്. ജിഞ്ചർ കളർ ആയതുകൊണ്ട് അതിന്റെ ഒരു ജാട നല്ലോണം ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാന്. അങ്ങനത്തെ ഒക്കെ ഒരു ജാട നല്ലോണം ഉണ്ട്. അടങ്ങി നോക്കണം, അടങ്ങി നിക്കണം. ഇവൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പൊ ഇവിടെ നോക്കടാ മാന്തിയിട്ട് മാന്തല് ഇവന് കുറച്ച് കൂടിയാണ് ഗൈസ്. ഇപ്പൊ എന്താന്ന് അറിയില്ല, കുറെ നേരം നമ്മള് എടുത്തുകൊണ്ട് നടന്നിട്ടായിരിക്കും.
ഇവനിതാ എപ്പോൾ നോക്കിയാലും ഉറക്കാണ് ഗൈസ്. അപ്പോൾ ഇവനെ നമ്മൾ പരിചയപ്പെടുത്താനാണ് വന്നത്. ഇവൻ്റെ പേര് ബെല്ല എന്നാണ്. ഇവന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് കമ്പനിയാവും പെട്ടെന്ന്. എന്താണെന്നറിയില്ല, ക്യാമറ ഓണാക്കി അപ്പം ഒരു നാണം വരും. ഭയങ്കര ഷൈ ആണ് ആള്. ഇത് ആദ്യമായിട്ടൊന്നല്ലേ, എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ക്യാമറ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് അവൻ്റെ പരിപാടി. അല്ലാതെ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ നോക്കും എന്തായി ക്യാമറ ഇട്ട് പോയോ ഇല്ലയെന്നൊക്കെ. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. ബെല്ല, നമ്മൾ ഇവനെ ട്രെയിൻ ചെയ്ത് നല്ല ഇതിൽ നമ്മൾ നോക്കിക്കാനാണ് നമ്മളെ പ്ലാനൊക്കെ. ഇത്രയും ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടാൻ തോന്നില്ല. അത്രയ്ക്ക് ക്യൂട്ടാണ് ആള്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും അടിപൊളിയാണ്. ഇവന് കടിക്കുന്നല്ലാതെ വേറെ നല്ല സ്വഭാവമൊന്നുമില്ല. കുറച്ചു നേരം വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, ആൾ ഉറങ്ങും, പെട്ടെന്ന് ഉറങ്ങും. ദുശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ലോണം ഫുഡ് കഴിക്കും. ശരിക്കും ദുശീലമായിട്ട് കൂട്ടാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ഒരു ദുശീലത്തിലാണ് കൂട്ടുന്നത്. നല്ലോണം ഫുഡ് കഴിക്കും. കണ്ട പെട്ടെന്ന് വലുതാവണം, അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ഫുഡ് കൊടുക്കും ചെയ്യും. പ്രോട്ടീൻസ് ആണ് നമ്മൾ ഇവന് കൂടുതൽ കൊടുക്കാറുള്ളത്. ജിംബ്രോ ഇങ്ങോട്ട് നോക്ക്, ഉറങ്ങല്ല, നീച്ചോ ബെല്ല. പാവാണ് ഗായ്സ് ഇവൻ അത്രയും പാവാണ്. നമ്മളെ ചിഞ്ചിരാപ്പിയാണിത്. ശുക്കുട് പാവാണ് കേട്ടോ അവന്. അപ്പോൾ നമ്മളെ ബെല്ലൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെ ബാക്കിയുള്ള പേർഷ്യൻ കാറ്റിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ടാറ്റ കൊടുക്കേ.